പുനോനെ എന്ന പ്രദേശത്ത് ഭീതി വിതച്ച ആ നരഭുജി പുലിയുടെ കഥയുടെ രണ്ടാം ഭാഗമാണ് നാം ഇന്ന് പറയുവാൻ പോകുന്നത്. ആദ്യ ഭാഗത്ത് നാം മനസ്സിലാക്കിയതുപോലെ തന്നെ പ്രാദേശികമായ ഒരു വേട്ടക്കാരനും ഇല്ലാത്തതുകൊണ്ടും ആയുധങ്ങൾ കൈവശമുള്ളവർക്ക് പോലും ഈ നരഭുജിയെ കൊല്ലാൻ ഒരു താല്പര്യമില്ലാത്തതുകൊണ്ടും ഈ പുലി നിരവധി പേരെ അപ്പോഴേക്കും കൊന്നുകഴിഞ്ഞിരുന്നു. ഇക്കാരണത്താൽ തന്നെ ഗവൺമെൻറ് ഉദ്യോഗസ്ഥർക്ക് അഗറിനെ ഈ ദൗത്യം വിളിച്ചു വരുത്തി ഏൽപ്പിക്കേണ്ടതിൻ്റെ ആവശ്യകത വന്നു. അങ്ങനെയാണ് അഗർ ഈ കഥയിലേക്ക് എത്തുന്നത്. ആദ്യ ശ്രമത്തിൽ അഗർ വളരെ ഗൗരവത്തോടെ തന്നെയാണ് ഈ വേട്ടയ്ക്കിറങ്ങിയത്. രാവും പകലും അദ്ദേഹം നരഭൂജിക്കായി അലഞ്ഞു നടന്നു. പക്ഷേ വിജയിച്ചില്ല. അങ്ങനെയുള്ള അദ്ദേഹത്തിൻ്റെ തിരച്ചിലിനിടയിൽ നരഭൂജി അല്ലാത്ത ഒരു പുള്ളിപ്പുലി കുടുംബത്തെ കൊല്ലേണ്ടി വന്നു. അത് അഗറിന് തികഞ്ഞ നിരാശയും ദുഃഖവുമേകി. അദ്ദേഹത്തിന് വേട്ടയാനുള്ള താല്പര്യം പോലും അതിനോടകം നശിച്ചു കഴിഞ്ഞിരുന്നു. വീണ്ടും കുറച്ച് ദിവസം കൂടി അവിടെ അലഞ്ഞു നടന്ന ഈ ദൗത്യം അവസാനിപ്പിച്ച് ഇനിയും എന്തെങ്കിലും വിവരം കിട്ടിയാൽ മടങ്ങി വരാമെന്ന് അറിയിച്ച് അദ്ദേഹത്തിൻ്റെ സ്ഥലത്തേക്ക് മടങ്ങി. എന്നാൽ താമസിയാതെ അദ്ദേഹത്തിന് വീണ്ടും ഒരു ക്ഷണം ലഭിച്ചു. ഇത്തവണ ഒരു പിടിയാനെ കൊല്ലുവാൻ അല്ലെങ്കിൽ വെടിവെച്ച് കൊല്ലുവാൻ വേണ്ടിയായിരുന്നു ഗവൺമെൻറ് ഉദ്യോഗസ്ഥർ അദ്ദേഹത്തെ വിളിച്ചു വരുത്തിയത്. പുനോനയിൽ അപ്പോഴേക്കും മറ്റൊരു കൊലപാതകം കൂടി അരങ്ങേറിയിരുന്നു. റെയിൽവേ ജീവനക്കാരനായ മണിക്കം എന്ന ഒരാളെയാണ് പുലി ഇത്തവണ കൊലപ്പെടുത്തിയത്. ഇങ്ങനെ ഒരു സംഭവം കൂടി അവിടെ നടന്നപ്പോഴേക്കും പിടിയാനെ കൊല്ലുവാനുള്ള ദൗത്യം മാറ്റിവെച്ച് നരഭൂജിയായ പുള്ളിപ്പുലിയെ തേടി പോകുവാൻ അഗർ അപ്പോഴേക്കും തീരുമാനിച്ചു കഴിഞ്ഞിരുന്നു. ഇവിടം വരെയാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു നിർത്തിയത്. അതിൻ്റെ ബാക്കി ഭാഗമാണ്. നിങ്ങൾ ആദ്യ ഭാഗം കണ്ടില്ല എങ്കിൽ പോയെന്ന് കാണുക. മുകളിൽ ഐക്കണിലും താഴെ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തേക്കാം. അത് കണ്ടതിന് ശേഷം മാത്രം നിങ്ങൾ ഈ വീഡിയോ കാണുക. അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനലിൽ കയറുന്നതെങ്കിൽ നമ്മൾ ഇങ്ങനെയുള്ള കഥകളാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് കഥകൾ ഇഷ്ടമാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതുപോലെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുവാനും കമൻറ്റ് ചെയ്യുവാനും മറക്കല്ലേ. എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. വെൽക്കം ബാക്ക് ടു സ്നൈപ്പർ സ്കൂൾ. മണിക്കത്തെ പുലി പിടിച്ച ഭാഗം ലക്ഷ്യമാക്കി റെയിൽവേ ഇൻസ്പെക്ടറും അദ്ദേഹത്തിൻ്റെ ഡ്രൈവറും അഗറും കൂടി അവിടേക്ക് പോകുകയും മാണിക്യത്തിൻ്റെ ശരീരം കണ്ടെത്തുകയും ചെയ്തു. അതിനുശേഷം പുലി ഇവിടേക്ക് തന്നെ മടങ്ങി വരുമെന്ന് മനസ്സിലാക്കിയ അഗർ അവിടെ എവിടെയെങ്കിലും മറഞ്ഞിരുന്ന് ഇത് ഭക്ഷിക്കുവാൻ വരുമ്പോൾ അതിന് നേരെ നിറയൊഴിച്ച് കൊല്ലാമെന്ന തീരുമാനത്തിൽ എത്തിച്ചേരുകയും അതിനുള്ള സാധന സാമഗ്രികൾ എടുക്കുവാൻ വേണ്ടി അവർ വന്ന വണ്ടിയുടെ അരികിലേക്ക് മടങ്ങിപ്പോയി അവർക്ക് വേണ്ട സാധനങ്ങളെല്ലാം എടുത്തുകൊണ്ട് തിരികെ വന്നു. തിരികെ വരുമ്പോഴാണ് അവരുടെ കൂടെ ഉണ്ടായിരുന്ന ഡ്രൈവർ മണിക്കത്തിൻ്റെ ശരീരം കടന്ന ഭാഗത്ത് ഒരു പുലിയെ കാണുകയും വളരെ വേഗം തന്നെ അഗർ അതിന് നേരെ വെടിയുതിർക്കുകയും ചെയ്തു. എന്നാൽ വെടിയുണ്ടയ്ക്ക് ലക്ഷ്യം ഭേദിക്കുവാൻ കഴിഞ്ഞില്ല. വെടിയുടെ ശബ്ദം ആ പുലിയെ ഭയപ്പെടുത്തിയിരുന്നു. അത് അവിടെ നിന്നും അടുത്തുണ്ടായിരുന്ന കുറ്റിക്കാടിനൊക്കെ ഓടിമറഞ്ഞു. ഇവിടം വരെയാണ് നമ്മൾ കഴിഞ്ഞ കഥയിൽ പറഞ്ഞു നിർത്തിയത്. അതിൻ്റെ ബാക്കിയാണ്. അഗറിന് സംശയം ലെവലേശമില്ലായിരുന്നു. താൻ വെടിവെച്ചു എന്നത് സത്യം തന്നെയാണ്. എന്നാൽ വെടിയുണ്ട ലക്ഷ്യം കണ്ടില്ല. അതിനുശേഷം അവർ വീണ്ടും ആ ഭാഗത്തേക്ക് പതിയെ നീങ്ങിത്തുടങ്ങി. എങ്കിലും അഗറിൻ്റെ ഉള്ളിൽ എന്തോ ഒരു ആശങ്ക ഉടലെടുത്തു കഴിഞ്ഞിരുന്നു. വനത്തിൽ കഴിയുന്ന വേട്ടക്കാർക്ക് സാധാരണയായി ആറാം ഇന്ദ്രിയം വളരെ സജീവമായിരിക്കും. വനത്തിലെ ചെറിയ കാര്യങ്ങൾ പോലും ശ്രദ്ധിച്ച് അതിൽ നിന്നും അർത്ഥം കണ്ടെത്താൻ ശീലിക്കുന്നതിലൂടെയാണ് ഈ കഴിവ് വികസിക്കുന്നത്. ഇതിന് സമാനമായ ഒരു ഉദാഹരണം ഞാൻ നിങ്ങളോട് പറയാം. കെന്നത്ത് ആൻഡേഴ്സൻ്റെ നിരവധി കഥകൾ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അതിൽ ബൈരയെക്കുറിച്ചും പല കഥകളിലും ഞാൻ സൂചിപ്പിച്ചിട്ടുമുണ്ട്. അദ്ദേഹത്തെപ്പറ്റി പറഞ്ഞിട്ടുമുണ്ട്. സ്കൂളിലോ കോളേജിലോ പോകാത്ത ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ അതിന് അവസരം കിട്ടാത്ത ഒരു വ്യക്തിയാണ് ബൈര. എങ്കിലും വനത്തെ അദ്ദേഹം ഒരു സർവകലാശാലയായി തന്നെയാണ് കണ്ടിരുന്നത്. അങ്ങനെയുള്ള ബൈരയ്ക്ക് എല്ലാ കാര്യങ്ങളും വളരെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന ഒരു കഴിവുണ്ടായിരുന്നു. ചെറിയ കാര്യങ്ങളിൽ പോലും ഒളിഞ്ഞിരിക്കുന്ന സൂചനകളെക്കുറിച്ച് വിശദമായി അദ്ദേഹം പറയാറുണ്ട്. ആൻഡേഴ്സണൊപ്പം പോകുമ്പോൾ മണത്തു നോക്കി കടുവ എവിടെയാണെന്നും ആന എവിടെയാണെന്നും ബൈര പറയാറുണ്ട്. മനുഷ്യന് ഘ്രാണശക്തി വളരെ ദുർബലമാണ്. വനത്തിൽ ജീവിക്കുന്ന ബൈരയ്ക്ക് തൻ്റെ ഘ്രാണശക്തി വികസിപ്പിച്ചെടുക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. അതെല്ലാം അവിടെ നിൽക്കട്ടെ, നമുക്കിനിയും കഥയിലേക്ക് പോകാം. അങ്ങനെ അഗറിന് ഒരു കാര്യം മനസ്സിലായി. അതും നരഭുജിയെ കണ്ട് വെടിവെച്ചതിന് ശേഷം.
ഇരുട്ട് വീണു തുടങ്ങി. ചുറ്റുപാടുമുള്ള ശബ്ദങ്ങളും മറ്റും വിശകലനം ചെയ്തുകൊണ്ട് അദ്ദേഹം, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ 6ാം ഇന്ദ്രിയം ഒരു മുന്നറിയിപ്പ് കൊടുത്തതുപോലെ അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് അത് കടന്നു വന്നു. ഇന്നത്തെ രാത്രിയിൽ ഇവിടെ തങ്ങരുത്. ഒരുതരം ഭയം അദ്ദേഹത്തെ വല്ലാതെ പിടികൂടിയിരുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തെ മനസ്സിൽ വല്ലാതെ അലട്ടിയിരുന്നു. രാത്രി വിശ്രമിക്കുവാനുള്ള മച്ചാൻ അവിടെ തയ്യാറാക്കിയിരുന്നുവെങ്കിലും അവിടെ തനിക്കോ തൻ്റെ കൂടെ വന്ന ആളുകൾക്കോ തുടരാനാകില്ലെന്നും അങ്ങനെ തങ്ങിയാൽ അതൊരു വലിയൊരു അപകടത്തിലേക്ക് തങ്ങളെ കൊണ്ടുപോകുമെന്നുമുള്ള ഒരു ബോധ്യം അഗറിനെ വല്ലാതെ പിടികൂടി. കാടിനെക്കുറിച്ച് അറിയാവുന്നവർക്ക് ചെറിയ കാര്യങ്ങളിൽ പോലും മനസ്സിലാക്കാൻ സാധിക്കും. അവർക്ക് ഈ കാര്യങ്ങളൊന്നും അവരുടെ വാക്കുകൾ കൊണ്ട് വിശദീകരിക്കുവാൻ സാധിക്കില്ലെങ്കിൽ പോലും അവർക്കത് അനുഭവിച്ചറിയുവാൻ സാധിക്കുന്നുണ്ട്. അഗർ വളരെ പെട്ടെന്ന് തന്നെ തൻ്റെ കൂടെ നിൽക്കുന്ന ആളുകളോട് ഉച്ചത്തിൽ ശബ്ദമുണ്ടാക്കുവാൻ ആവശ്യപ്പെട്ടു. അങ്ങനെ ശബ്ദമുണ്ടാക്കുന്നതിലൂടെ 2 കാര്യങ്ങളാണ് അദ്ദേഹം ലക്ഷ്യമിട്ടത്. 1, പുള്ളിപ്പുലിയെ ഇവിടെ നിന്നും അകറ്റി നിർത്തുക. 2, അദ്ദേഹം ഇപ്പോൾ ഒരു ഭയത്തിലായിരുന്നുവല്ലോ, ശബ്ദമുണ്ടാക്കുന്നതിലൂടെ സ്വന്തം ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുക. ഈ 2 കാര്യങ്ങളായിരുന്നു അദ്ദേഹം ലക്ഷ്യം വെച്ചിരുന്നത്. അങ്ങനെ അലറി വിളിച്ച് ശബ്ദമുണ്ടാക്കി അവർ മുന്നിലേക്ക് നടന്നു. പിന്നീട് അവർ അവിടെ നിന്നും പുറകിലേക്ക് നടക്കുകയും ചുറ്റുപാടും ഒന്ന് നിരീക്ഷിക്കുകയും ചെയ്തു. വീണ്ടും വീണ്ടും ഉച്ചത്തിൽ ശബ്ദമുണ്ടാക്കി അവർ ആ സ്ഥലത്ത് നിന്നും തിരികെ പോകുവാൻ തുടങ്ങി. മൃതദേഹത്തിൻ്റെ ബാക്കി ഭാഗങ്ങൾ അവർ അവിടെ തന്നെ ഉപേക്ഷിച്ചു. അവർ രാത്രിയിൽ അവിടെ നിന്നു കഴിഞ്ഞാൽ നേരം പുലരുമ്പോൾ ആരൊക്കെ ജീവനോടെ തിരികെ പോകുമെന്ന് പറയുവാൻ പോലും പറ്റാത്ത അത്രയും അവസ്ഥയിലായി കഴിഞ്ഞിരുന്നു. അപ്പോൾ അവർ തിരികെ അഗർ പോയിയെങ്കിലും അദ്ദേഹത്തിന് ക്യാമ്പിൽ കിടന്നുറങ്ങുവാൻ സാധിച്ചിരുന്നില്ല. കാരണം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഉത്കണ്ഠയും ആകാംക്ഷയും നിറഞ്ഞിരുന്നു. അവർ ഭയം കാരണം അവിടെ ഉപേക്ഷിച്ചു പോയ ആ മൃതദേഹത്തിൻ്റെ അരികിലേക്ക് വീണ്ടും പുള്ളിപ്പുലി കടന്നു വന്നോ എന്നറിയുവാനുള്ള വെമ്പലിലായിരുന്നു ആ രാത്രി മുഴുവൻ അഗർ. പിറ്റേന്ന് നേരം വെളുക്കുന്നത് വരെയും അഗറിന് യാതൊരു സമാധാനവും ഉണ്ടായിരുന്നില്ല എന്ന് ഞാൻ പറഞ്ഞില്ലേ. നേരം പുലർന്ന് സൂര്യൻ്റെ ആദ്യ കിരണങ്ങൾ തന്നെ പതിച്ചപ്പോൾ അഗർ തലേന്ന് കണ്ട ആ റെയിൽവേ ഇൻസ്പെക്ടറെയും അതുപോലെ തന്നെ ഒരു ഡ്രൈവറെയും വിളിച്ചുകൊണ്ട് തലേ ദിവസം അവർ മണിക്കത്തിൻ്റെ ശരീരം കണ്ട ആ സ്ഥലം ലക്ഷ്യമാക്കിയാണ് പോയത്. അവിടെ വെച്ചാണല്ലോ അവർ തലേ ദിവസം ആ പുള്ളിപ്പുലിയേയും കണ്ട് വെടിവെച്ച് അവിടെ നിന്നും ഭയപ്പെട്ട് അവർ തിരികെ വന്നത്. ആ സ്ഥലം ലക്ഷ്യമാക്കി അവർ നടന്നു. കുറേ സമയത്തിന് ശേഷം അവർ ആ സ്ഥലത്ത് എത്തിച്ചേർന്നു. എന്നാൽ മച്ചാന് സമീപത്തായി മണിക്കത്തിൻ്റെ ശരീരം അവർക്ക് കണ്ടെത്താൻ സാധിച്ചില്ല. അവർ ഭയന്നതുപോലെ തന്നെയായിരുന്നു തലേന്ന് രാത്രിയിൽ അവിടെ നടന്നത്. അവർ അവിടെ നിന്നിരുന്നുവെങ്കിൽ ഉറപ്പായും ആ പുള്ളിപ്പുലി അവരെയും ആക്രമിച്ചേനെ. അവർ പോയി കഴിഞ്ഞ് അർദ്ധരാത്രിയിലായിരിക്കണം ആ പുള്ളിപ്പുലി എവിടേക്ക് മടങ്ങിയെത്തിയത്. അവിടെ ഉണ്ടായിരുന്ന മണിക്കത്തിൻ്റെ ശരീരം അവിടെ നിന്നും വലിച്ചിഴച്ചുകൊണ്ട് മറ്റെവിടേക്കോ പോയിരിക്കുന്നു. അവർ അവിടെ എത്തുമ്പോൾ മണിക്കത്തിൻ്റെ ശരീരം സംഭവം നടന്ന സ്ഥലത്തുണ്ടായിരുന്നില്ല. അഗറും സംഘവും ചുറ്റുപാടും അരിച്ചു പെറുക്കി. പുലി അവിടെ നിന്നും ശരീരം എവിടേക്കാണ് കൊണ്ടുപോയെന്ന് അറിയുവാൻ വേണ്ടിയായിരുന്നു ആ ഇൻവെസ്റ്റിഗേഷൻ അവർ അവിടെ നടത്തിയത്. ഏറെ സമയത്തെ തിരച്ചിലിനൊടുവിൽ ആ അടയാളങ്ങൾ അവർ കണ്ടെത്തി. അങ്ങനെ അഗറും സംഘവും അവിടെ കണ്ടെത്തിയ അടയാളത്തെ പിന്തുടർന്നുകൊണ്ട് അവർ കുറേ ദൂരം മുന്നിലേക്ക് നടന്നു. അങ്ങനെ കുറേ ദൂരം മുന്നിലേക്ക് നടന്നു കഴിഞ്ഞപ്പോൾ അവർക്ക് മണിക്കത്തിൻ്റെ ശരീരം കണ്ടെത്താനായി. എന്നാൽ തലേന്ന് കണ്ടെത്തിയ അവസ്ഥയിലായിരുന്നില്ല ഇപ്പോൾ ശരീരം ഉണ്ടായിരുന്നത്. ശരീരത്തിൽ നിന്നും ഏറെ മാംസം നഷ്ടപ്പെട്ട് കഴിഞ്ഞിരുന്നു. ഏറെ നല്ല, അതിൽ അവശേഷിക്കുന്നത് തുച്ഛമായ മാംസം മാത്രമാണ്. പിന്നെ മണിക്കത്തിൻ്റെ തലയും. ബാക്കി ഭാഗത്തെ മാംസങ്ങളെല്ലാം തലേന്ന് രാത്രിയിൽ പുള്ളിപ്പുലി ഭക്ഷിച്ച് തീർത്ത് കഴിഞ്ഞിരുന്നു. എങ്കിലും മിച്ചം വന്ന ഈ മാംസം ഭക്ഷിക്കുവാൻ വേണ്ടി ഇന്ന് രാത്രിയിലും ഈ പുള്ളിപ്പുലി ഇവിടേക്ക് വരുമെന്ന് അവർ ഉറച്ചു വിശ്വസിച്ചു. അഗറിപ്പോൾ മൃതദേഹം കടന്നതിൻ്റെ ചുറ്റുപാടും നിരീക്ഷിച്ചു. അവിടെ ഉണ്ടായിരുന്ന ഒരു മരത്തിൽ മച്ചാൻ കെട്ടാൻ അദ്ദേഹം തീരുമാനിച്ചു. തൻ്റെ കൂടെ വന്ന തൻ്റെ കൂട്ടുകാരോട് അതിൻ്റെ മുകളിൽ കയറി ഒരു മച്ചാൻ കെട്ടുവാൻ പറഞ്ഞു. അതായത് നമ്മൾ മുന്നേ പറഞ്ഞ ഡ്രൈവറും റെയിൽവേ സ്റ്റേഷൻ ഇൻസ്പെക്ടറും. അങ്ങനെ അവർ 3 പേരും കൂടി ചേർന്ന് അവിടെ ഉണ്ടായിരുന്ന ഒരു മരത്തിൽ അവർക്കിരിക്കുവാൻ പറ്റിയ രീതിയിൽ ഒരു മച്ചാൽ തയ്യാറാക്കി. അഗർ ആ മച്ചാൻ്റെ മുകളിലേക്ക് വലിഞ്ഞു കയറി. സമയം അപ്പോൾ രാവിലെയാണെന്ന് ഓർക്കണം. അഗറിൻ്റെ കൂടെ വന്നിരിക്കുന്നത് മഹങ്കർ എന്നൊരു ഡ്രൈവറും റെയിൽവേ ഇൻസ്പെക്ടറുമാണ്. അവരോട് അഗർ പറഞ്ഞു, നിങ്ങൾ കാറിലേക്ക് പോയി നമുക്ക് കഴിക്കുവാനുള്ള ഭക്ഷണങ്ങളും സാധനങ്ങളും എല്ലാം എടുത്തുകൊണ്ടുവാ. പുലി ഇവിടേക്ക് എപ്പോൾ വരുമെന്നറിയില്ല. ചിലപ്പോൾ രാവിലെ മുഴുവൻ കാത്തിരിക്കേണ്ടതായി വരും, ഇല്ലെങ്കിൽ വൈകുന്നേരം വരെ കാത്തിരിക്കേണ്ടതായി വരും. അതുമല്ല എങ്കിൽ രാത്രിയിലും ആ പുലിക്ക് വേണ്ടി ഇവിടെ കാത്തിരിക്കേണ്ടതായി വരും. അതുകൊണ്ട് നിങ്ങൾ വണ്ടിയിലേക്ക് പോയി കാപ്പി കുടിക്കുവാനുള്ള സാധനങ്ങളും അതുപോലെ കഴിക്കുവാനുള്ള ഭക്ഷണങ്ങളും എല്ലാം എടുത്തുകൊണ്ടുവാ. അതെല്ലാം നമുക്ക് മച്ചാൻ്റെ മുകളിൽ എടുത്തു വെച്ച് മച്ചാനിൽ കാത്തിരിക്കാം. അങ്ങനെ അഗർ പറഞ്ഞതനുസരിച്ച് ഡ്രൈവറും റെയിൽവേ ഇൻസ്പെക്ടറും
അവരുടെ കാർ കിടന്ന ഭാഗം ലക്ഷ്യമാക്കി അവർ നടന്നു നീങ്ങി. അഗർ മാത്രം അവിടെ ഒറ്റയ്ക്ക് ആ മച്ചാണിൽ അങ്ങനെ ഇരുന്നു. അദ്ദേഹം ആ മച്ചാണിൽ അങ്ങനെ ഇരിക്കുമ്പോൾ അദ്ദേഹത്തിന് ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ തികഞ്ഞ നിശബ്ദത തളം കെട്ടി. അത് അഗറിൻ്റെ ഉള്ളിൽ വല്ലാത്ത ഒരു പരിഭ്രാന്തിക്ക് കാരണമാക്കിയിരുന്നു. എങ്കിലും അതെല്ലാം തരണം ചെയ്തുകൊണ്ട് അദ്ദേഹം അവൻ്റെ കൂട്ടുകാർക്ക് വേണ്ടി കാത്തിരുന്നു. തൻ്റെ കൂട്ടുകാർ വരുന്നതും കാത്ത് അദ്ദേഹം ഇരിക്കുകയാണെങ്കിലും അഗറിൻ്റെ കണ്ണുകൾ ചുറ്റുപാടും ഓടുന്നുണ്ടായിരുന്നു. ആ പുള്ളിപ്പുലി എപ്പോൾ വേണമെങ്കിലും രംഗപ്രവേശനം നടത്തിയേക്കാം. അങ്ങനെയാണെങ്കിൽ ഇനിയും ഒരവസരം മിസ്സാകാൻ പാടില്ല. സാധാരണഗതിയിൽ ആളുകൾക്ക് കാടിനുള്ളിലേക്ക് പോകുമ്പോൾ സമയക്കുറവ് അനുഭവപ്പെട്ടതായി കേട്ടിട്ടുണ്ട്. കാരണം അവരുടെ പരിവേഷണങ്ങളിലും മറ്റും മുഴുകി നിൽക്കുമ്പോൾ അവർക്ക് സമയം ഒന്നിനും തികയാതാകും. എന്നാൽ അഗറിൻ്റെ കാര്യത്തിൽ അങ്ങനെ ആയിരുന്നില്ല. അഗറിൻ്റെ കൈവശം ധാരാളം സമയമുള്ളതുപോലെ തോന്നി. ഓരോ സെക്കൻഡുകൾ പോലും വലിച്ച് ഇഴഞ്ഞു നീങ്ങുന്നത് പോലെയാണ് അദ്ദേഹത്തിന് തോന്നിയത്. വനത്തിൻ്റെ ഉള്ളിൽ അദ്ദേഹം മുമ്പും ഇതുപോലെ ക്യാമ്പ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ മച്ചാനിൽ കാത്തിരുന്നിട്ടുണ്ട്. അന്നൊന്നും അദ്ദേഹത്തിന് ഇങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. അഗറിൻ്റെ പക്കൽ നിന്നും പോയ ഡ്രൈവറും ആ ഫോറസ്റ്റ് ഇൻസ്പെക്ടറും ഇവിടേക്ക് തിരികെ എത്തുവാൻ ഏകദേശം 2 മണിക്കൂറോളം എടുക്കുമെന്ന് അഗറിന് അറിയാമായിരുന്നു. ഈ 2 മണിക്കൂർ എങ്ങനെ തള്ളി നീക്കുമെന്നാണ് അദ്ദേഹത്തിന് അറിയാൻ വയ്യാത്തത്. അഗർ മച്ചാനിൽ ഇരുന്നു കൊണ്ട് ചുറ്റുപാടും തൻ്റെ കണ്ണുകളും ചെവികളും കൂർപ്പിച്ച് വെച്ചുകൊണ്ട് ഓരോ പ്രദേശവും അരിച്ചു പെറുക്കിക്കൊണ്ടിരുന്നു. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ തൻ്റെ കാഴ്ചപരിധിക്കുള്ള എല്ലാ ഇടവും, എല്ലാ മുക്കിലും മൂലയിലുമെല്ലാം അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ ചെന്ന് കഴിഞ്ഞിരുന്നു. അവിടെയെല്ലാം സൂക്ഷ്മമായി അദ്ദേഹം പരിശോധിക്കുകയും ചെയ്തു. തൻ്റെ ഉള്ളിൽ നിറഞ്ഞു നിന്ന പേടിയും പരിഭ്രാന്തിയും കാരണം ആ മരത്തിൽ നിന്നും ഇറങ്ങി ഓടിയാലോ എന്ന് പോലും അഗറിന് തോന്നിയിട്ടുണ്ട്. പേടി അദ്ദേഹത്തിൽ അത്രത്തോളം നിറഞ്ഞു നിന്നിരുന്നു. പെട്ടെന്ന് തന്നെ കഴുത്തിൽ നിന്നും പുറകുവശത്തേക്ക് എന്തോ ഒന്ന് ഇഴഞ്ഞു നീങ്ങുന്നത് പോലെ അദ്ദേഹത്തിന് തോന്നി. തൻ്റെ പുറകിൽ ഇഴഞ്ഞു നീങ്ങുന്ന ആ അപകടകരമായ ആ വസ്തു എന്താണെന്ന് അദ്ദേഹത്തിന് ദീർഘനേരമായി ആലോചിച്ചിട്ടും പിടികിട്ടിയില്ല. ഒടുവിൽ അത് മറ്റൊന്നുമല്ല, തൻ്റെ തലയിൽ നിന്നും വേർപ്പു തുള്ളികൾ ഒഴുകി തൻ്റെ പുറത്തുകൂടി താഴേക്ക് പോകുന്നതാണെന്ന് അയാൾ മനസ്സിലാക്കി. അങ്ങനെ അതിൻ്റെ ആശ്വാസത്തിൽ അദ്ദേഹം അങ്ങനെ ഇരിക്കുമ്പോൾ തന്നെയാണ് അഗറിനെ ഭയപ്പെടുത്തുന്ന രീതിയിൽ മറ്റൊരു സംഭവം അവിടെ അരങ്ങേറിയത്. തൻ്റെ മച്ചാൻ കെട്ടിയിരിക്കുന്ന മരത്തിൻ്റെ താഴെയുള്ള കുറ്റിക്കാടിനുള്ളിൽ സ്വർണ്ണ നിറത്തിൽ തിളങ്ങുന്ന ഒരു പാടായിരുന്നു അദ്ദേഹം കണ്ടത്. ആദ്യം അത് കണ്ടപ്പോൾ അദ്ദേഹം കരുതിയത് പുള്ളിപ്പുലി ആ കുറ്റിക്കാടിനുള്ളിൽ മറഞ്ഞിരിക്കുകയാണെന്നാണ്. അഗറിൻ്റെ രക്തം തിളച്ചു. അദ്ദേഹം റൈഫിളിൽ മുറുകെ പിടിച്ചു. ഏത് സമയവും ഒരു കൗണ്ടർ അറ്റാക്കിന് തയ്യാറായി അയാൾ അങ്ങനെ നിന്നു. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഒരു ഞെട്ടലോടെ അതെന്താണെന്ന് അഗർ തിരിച്ചറിയുന്നത്. അത് വേറെയൊന്നും ആയിരുന്നില്ല, ആ കുറ്റിക്കാടിൻ്റെ അടിത്തട്ടിൽ കിടക്കുന്ന ഇലകളായിരുന്നു. അതിൽ സൂര്യപ്രകാശം തട്ടുമ്പോൾ മഞ്ഞ നിറത്തിൽ തിളങ്ങുന്നതായിരുന്നു. ഇതുവരെയും സൂര്യൻ്റെ കിരണങ്ങൾ അവിടേക്ക് പതിക്കാത്തതുകൊണ്ടാണ് ആ മഞ്ഞ വെളിച്ചം ഞാൻ കാണാതെ പോയത്. എന്നാൽ ഇപ്പോൾ സൂര്യൻ്റെ സ്ഥാനം പതിയെ പതിയെ ചലിക്കുവാൻ തുടങ്ങിയിരിക്കുന്നു. അതിനനുസരിച്ച് സൂര്യൻ്റെ പ്രകാശവും പല ദിശയിലേക്ക് പോകാനും തുടങ്ങിക്കഴിഞ്ഞിരുന്നു. അങ്ങനെ അതെല്ലാം കണ്ട് അഗർ മനസ്സിൽ ആശ്വാസം കൊള്ളുന്ന സമയത്താണ് മറ്റൊരു കാഴ്ച അദ്ദേഹത്തെ ഭയപ്പെടുത്തിയത്. അത് വേറെ ഒന്നുമായിരുന്നില്ല. ആ ശരീരത്തിൻ്റെ തല കിടക്കുന്ന ഭാഗത്ത് പെട്ടെന്ന് ഒരു മഞ്ഞ വെട്ടം അദ്ദേഹം കണ്ടു. തൻ്റെ കണ്ണുകൾ കൊണ്ട് അവിടേക്ക് നോക്കിയതും അത് ചലിക്കുന്നതും കണ്ട് അദ്ദേഹം ഒന്ന് ഞെട്ടി. ആ ഞെട്ടൽ ആ ജീവിയും കണ്ടിരുന്നു. അതിൻ്റെ ശ്രദ്ധയും അത് പിടിച്ചു പറ്റിയിരുന്നു. അതോടെ അത് ഭയന്ന് മറ്റൊരു ദിശയിലേക്ക് ഓടി. അത് വേറെ ആരുമായിരുന്നില്ല, അതൊരു കീരിയായിരുന്നു. നമ്മുടെ മനസ്സും മസ്തിഷ്കവും ഒരു പ്രത്യേക ആശങ്കയിൽ മുഴുകിയിരിക്കുമ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിക്കാറുണ്ട്. നമ്മൾ ഇവിടെ നോക്കിയാലും ആ ഭയം മാത്രമേ നമ്മൾ കാണുകയുള്ളൂ. അഗറിൻ്റെ കാര്യത്തിലും അത് തന്നെയാണ് സംഭവിച്ചിരിക്കുക. കാരണം ഏകാന്തനായി അവിടെ ഇരിക്കുകയാണ്. ഭയം അയാളെ വേറൊരു തലത്തിലേക്ക് അയാളുടെ മനസ്സിനെ കൂട്ടിക്കൊണ്ടുപോയി കഴിഞ്ഞിരുന്നു. അദ്ദേഹത്തിൻ്റെ ഏകാന്തവാസത്തിന് അവസാനം ഇട്ടുകൊണ്ട് 2 മണിക്കൂറുകൾക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ അവിടേക്കെത്തി. അഗറിൻ്റെ അടുക്കൽ നിന്നും അവർ കാറിൻ്റെ ഭാഗത്തേക്ക് പോയപ്പോൾ ഡ്രൈവറും പിന്നെ റെയിൽവേ ഇൻസ്പെക്ടറും മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ തിരികെ എത്തിയപ്പോൾ അവർക്കൊപ്പം മറ്റ് 2 സുഹൃത്തുക്കൾ കൂടി ഉണ്ടായിരുന്നു. അവർ എവിടുന്ന് ജോയിൻ ചെയ്തു എന്ന് അഗറിന് മനസ്സിലായില്ല. എങ്കിലും ഭക്ഷണ സാധനങ്ങളുമായി അവർ വളരെ വേഗം തന്നെ എത്തിയിരുന്നു. അഗറിൻ്റെ ഒപ്പം മച്ചാനിലേക്ക് അവർ 4 പേരും കൂടി കയറി. അവിടെ ഇരുന്നു കൊണ്ട് അവർ ലഘുഭക്ഷണം കഴിച്ചു. മഹങ്കർ ആയിരുന്നു അഗറിന് ലഘുഭക്ഷണം കൊടുത്തത്. അതിനുശേഷം മഹങ്കർ മാത്രം ആ മച്ചാനിലിരുന്നു. മഹങ്കർ മാത്രമെന്ന് പറഞ്ഞാൽ അഗറിന് കൂട്ടായി മഹങ്കർ മാത്രമെന്ന്. ബാക്കിയുള്ളവരെല്ലാം അവിടെ നിന്നും മടങ്ങി.
അങ്ങനെ കുറച്ചുകൂടി സമയം മുന്നിലേക്ക് പോയപ്പോൾ അഗർ മഹങ്കറിനോട് പറഞ്ഞു, നമ്മൾ ഇങ്ങനെ ഒരു വശത്തേക്ക് നോക്കിയിരുന്നിട്ട് കാര്യമില്ല. ഏത് വശത്തു നിന്നും ആ പുലി വരുമെന്ന് പറയുവാനും കഴിയില്ല. അതുകൊണ്ട് നീ വലതുഭാഗത്തേക്ക് നോക്ക്, ഞാൻ ഇടതു ദിശയിലേക്ക് നോക്കാം. അങ്ങനെ രണ്ടുപേരും രണ്ട് സ്ഥലങ്ങളിലായിരുന്ന് രണ്ട് ഭാഗങ്ങൾ ഒരുപോലെ നിരീക്ഷിക്കുവാൻ തുടങ്ങി. നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ, അഗറിന് നല്ല ഭയമുണ്ടായിരുന്നുവെന്ന്. എന്നാൽ മഹങ്കർ കൂടി ഒപ്പം കൂടിയപ്പോൾ ആ ഭയത്തിൽ അല്പം കുറവുണ്ടായിരിക്കുന്നു. ഇപ്പോൾ അദ്ദേഹത്തിന് നല്ലപോലെ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയുന്നുണ്ട്. എങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി അവർ കാത്തിരിക്കുകയായതുകൊണ്ട്, അതും നരഭോജിയായ ഒരു പുള്ളിപ്പുലിക്ക് വേണ്ടി കാത്തിരിക്കുകയായതുകൊണ്ട്, അവർ തികഞ്ഞ നിശബ്ദതയിലും ആവശ്യമില്ലാത്ത അനക്കങ്ങൾ അവിടെ ഉണ്ടാക്കാതിരിക്കുവാനും അവർ കഴിവതും ശ്രദ്ധിച്ചു. കാരണം ഇരയുടെ അരികിലേക്ക് മടങ്ങിയെത്തുന്ന കടുവയായാലും പുലിയായാലും അതീവ ജാഗ്രതയോടെ ആയിരിക്കും അവിടേക്ക് കടന്നു വരിക. ഓരോ അടി വയ്ക്കുമ്പോഴും അവർ ചുറ്റുപാടും നല്ല പോലെ നിരീക്ഷിക്കും. അവരുടെ ഇര കടക്കുന്ന ഭാഗത്ത് പ്രത്യേകം ശ്രദ്ധ അവർ പുലർത്തും. അവിടെയുള്ള ഏതെങ്കിലും ഒരു വൃക്ഷത്തിൻ്റെ ശിഖരം ഒടിഞ്ഞു കിടക്കുകയാണെങ്കിലോ, അല്ലെങ്കിൽ അവർ നേരത്തെ കാണാത്ത എന്തെങ്കിലും വസ്തുക്കൾ അവിടെ ഉണ്ടെങ്കിലോ, ഇവയെല്ലാം അവയുടെ കണ്ണിൽ പെടും. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും അത് കടുവയായാലും പുലിയായാലും തൻ്റെ ഇരയുടെ അരികിലേക്ക് മടങ്ങി വരില്ല. അതുപേക്ഷിച്ച് അത് വനത്തിലേക്ക് തന്നെ തിരികെ മടങ്ങും. മറ്റിരയെ തേടി മറ്റ് സ്ഥലങ്ങളിലേക്ക് പോകുകയും ചെയ്യും. ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കുവാൻ വേണ്ടി കടുവയും പുലിയെയും വേട്ടയാടുന്ന എല്ലാ വേട്ടക്കാരും ഇതെല്ലാം ശ്രദ്ധിക്കാറുണ്ട്. ഇക്കാരണങ്ങളെല്ലാം കൊണ്ട് അവിടെ ഇരിക്കുമ്പോൾ അഗർ ഈ നിയമങ്ങളെല്ലാം പാലിച്ചു. കാരണം നരഭോജിയായി തീരുന്ന പുലിയും കടുവയ്ക്കും സാധാരണ ഇരയിലേക്കെത്തുന്ന പുലിയെയും കടുവയേക്കാളും ശ്രദ്ധ അല്പം കൂടുതലായിരിക്കും. കാരണം അവ ഇരയിലേക്ക് അടുക്കുന്നത് ഭയപ്പെട്ടുകൊണ്ടാണ്. ഏത് നിമിഷവും അവർ പിടിക്കപ്പെട്ടേക്കാം എന്ന ഭയം എപ്പോഴും അവയുടെ ഉള്ളിൽ കാണും. അതുകൊണ്ട് അത്രയും ജാഗ്രതയോടെ ആയിരിക്കും ഇരയുടെ അരികിലേക്ക് അവ എത്തുന്നത്. നമ്മൾ ഇതിനു മുന്നേ ചെയ്ത പല കഥകളിലും ഇതിനെപ്പറ്റി വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. അങ്ങനെ വനത്തിൻ്റെ നിശബ്ദതയിൽ ചുറ്റുപാടുമുള്ള പ്രദേശങ്ങളെല്ലാം അവർ നിരീക്ഷിച്ചു കൊണ്ടേയിരുന്നു. കുറ്റിക്കാടുകളും വള്ളിപ്പടർപ്പുകളും എല്ലാം. അതുപോലെ ആ മൃതദേഹത്തിൻ്റെ അരികിലേക്ക് എവിടെ നിന്നെങ്കിലും ഒരു ചലനം എത്തുന്നുണ്ടോ എന്നും അവർ നോക്കുന്നുണ്ട്. അങ്ങനെ സമയം പതിയെ പതിയെ മുന്നിലേക്ക് നീങ്ങി. അഗർ തികഞ്ഞ ജാഗ്രതയിലാണ്, ആകാംക്ഷയിലാണ്. ഏത് നിമിഷവും ആ പുള്ളിപ്പുലി അത് പിടിച്ചിട്ട ഇരയുടെ അരികിലേക്ക് വരുമെന്ന് അയാൾക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു. അങ്ങനെ കാത്തിരിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ പെട്ടെന്ന് കുറച്ച് കറുത്ത പുള്ളികൾ അയാളുടെ ശ്രദ്ധയിൽപ്പെട്ടു. ആദ്യം അഗർ ഗൗനിച്ചില്ല. കാരണം മുന്നേ സംഭവിച്ചതുപോലെ സംഭവിക്കുകയാണോ എന്ന് അദ്ദേഹം ഭയപ്പെട്ടു. എങ്കിലും അദ്ദേഹം തൻ്റെ കണ്ണുകൾ തിരുമ്മി വ്യക്തമായി വീണ്ടും വീണ്ടും അവിടേക്ക് നോക്കി. അതെ, താൻ കാണുന്നത് മിഥ്യയല്ല, ഇത് പുള്ളിപ്പുലി തന്നെയാണ്, അദ്ദേഹം ഉറപ്പിച്ചു. അഗർ പതിയെ മഹങ്കറിനെ തട്ടി. മഹങ്കറിനോട് അങ്ങോട്ട് നോക്കാൻ പറഞ്ഞു. ആ മൃതദേഹം കടന്ന ഭാഗത്തു നിന്നും കുറച്ചു മാറിയാണ് ആ പുലി ഇപ്പോൾ നിൽക്കുന്നത്. അവനിപ്പോൾ ഉറ്റുനോക്കുന്നത് ആ മാംസ കഷ്ണത്തിലേക്കാണ്. നമ്മൾ മുന്നേ പറഞ്ഞല്ലോ, അവിടെ ഒരുപാട് മാംസമൊന്നും ഉണ്ടായിരുന്നില്ല, കുറച്ച് മാംസം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അവൻ്റെ കണ്ണുകൾ പോകുന്നത് ആ മാംസത്തിലേക്കുമാണ്. മഹങ്കർ പതിയെ അഗറിൻ്റെ റൈഫിൾ എടുത്ത് കൈകളിലേക്ക് കൊടുത്തു. 470 കാലിബറുള്ള ഒരു റൈഫിലായിരുന്നു അഗർ അപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അഗർ തൻ്റെ റൈഫിൾ കൈകൾ കൊണ്ട് വാങ്ങിച്ചു. പതിയെ തോളിലേക്ക് എടുത്തുയർത്തി വെച്ചു. ചുറ്റുപാടും തികഞ്ഞ നിശബ്ദതയിലേക്ക് പോകുന്നത് പോലെ അഗറിന് തോന്നി. അതിൻ്റെ ബാരൽ ആ പുലിയുടെ നേരെ തന്നെ ചൂണ്ടി നിർത്തി. ഓരോ നിമിഷവും അദ്ദേഹം ആ പുലിയുടെ ചലനങ്ങൾ അങ്ങനെ വീക്ഷിച്ചു കൊണ്ടിരുന്നു. ആ മച്ചാനിലിരിക്കുന്ന അവരെ ആ പുലി ഒരിക്കലും കണ്ടിരുന്നില്ല. പുലി ഇരുന്നിരുന്ന ഭാഗത്തു നിന്നും പതിയെ പതിയെ മുന്നിലേക്ക് നടന്നു വരുവാൻ തുടങ്ങി. ആ പുലിയുടെ ശ്രദ്ധ മുഴുവൻ ആ മാംസകഷ്ണത്തിലേക്ക് മാത്രമായിരുന്നു. കാരണം ഇപ്പോൾ അവൻ വലിയ വിശപ്പിലായിരിക്കാം. അഗർ കൃത്യമായ ഒരവസരത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. അയാളുടെ ക്ഷമ നശിക്കുവാൻ തുടങ്ങി. തൻ്റെ തോക്കിൻ്റെ ബാരൽ ആ പുലിയെ തന്നെ ഫോളോ ചെയ്തു വരികയാണ്. ആ പുലി എപ്പോഴാണോ ആ മൃതദേഹത്തിൻ്റെ അരികിലേക്ക് എത്തിച്ചേർന്നത്, അപ്പോൾ അഗർ തൻ്റെ തോക്കിൻ്റെ കാഞ്ചിയിൽ വെച്ചിരുന്ന വിരൽ അമർത്തി. അത്രയും നേരം കൊടിയ നിശബ്ദതയിലായിരുന്ന വനം പെട്ടെന്ന് ഞെട്ടിവിറയ്ക്കുന്നത് പോലെ ഉണർന്നു. ഭൂമി പൊട്ടി പിളരുന്നത് പോലെ, ഇടിനാദം ഭൂമിയിലേക്ക് വന്നിറങ്ങുന്നത് പോലെ ആ വനം ആകെ നിന്നു വിറച്ചു. ആ ശബ്ദം മറ്റൊന്നിൻ്റെയും ആയിരുന്നില്ല, അഗറിൻ്റെ റൈഫിൽ നിന്നും മുതിർന്ന വെടിയുണ്ട പോയതിൻ്റെ ശബ്ദമായിരുന്നു അത്. അഗർ തൻ്റെ റൈഫിലിൻ്റെ കുഴൽ ചൂണ്ടി വെച്ചിരുന്നത്
ആ പുലിയുടെ നെഞ്ചിലേക്ക് തന്നെയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ തൻ്റെ റൈഫിൽ കൃത്യമായി തന്നെ ആ പുലിയുടെ ചങ്ക് തകർത്ത് കഴിഞ്ഞിരുന്നു. ശബ്ദം ആ പുലിയുടെ അരികിലേക്ക് എത്തുന്നതിന് മുന്നേ തന്നെ അവൻ ഭൂമിയിലേക്ക് വീണ് കഴിഞ്ഞിരുന്നു. പിന്നീട് അവിടെ നിന്നും ഒരനക്കമോ ശബ്ദമോ ഒന്നും ഉണ്ടായില്ല. കുറച്ച് സമയം കൂടി അഗറും ബഹങ്കറും ആ മച്ചാനിൽ അങ്ങനെയിരുന്നു. നമ്മൾ മുന്നേ പറഞ്ഞിട്ടില്ലേ, ഇങ്ങനെ കുറച്ച് വേട്ടക്കാരുണ്ട്. വെടിവെച്ച് കഴിഞ്ഞാലും അല്പസമയം കൂടി അവർ മച്ചാനിൽ കാത്തിരിക്കും. കാരണം ആ നരഭോജിക്ക് ജീവനുണ്ടെങ്കിൽ അവരരികിലേക്ക് ചെല്ലുമ്പോൾ ഒരവസാന പോരാട്ടവും അത് നടത്തും. ഒരു പക്ഷേ വേട്ടക്കാരൻ്റെ ജീവൻ അവസാനിക്കുവാൻ അത് മതി. അതൊഴിവാക്കുവാൻ വേണ്ടി ആയിരിക്കണം അഗറും തൻ്റെ സുഹൃത്തും അവിടെ തന്നെ അങ്ങനെ ഇരുന്നത്. അങ്ങനെ കുറച്ച് സമയങ്ങൾക്ക് ശേഷം അവർ പതിയെ മച്ചാനിൽ നിന്നും താഴേക്കിറങ്ങി. ചത്തുകിടക്കുന്ന പുലിയുടെ അരികിലേക്ക് അവർ നടന്നു. അതിൻ്റെ അരികിൽ എത്തിച്ചേർന്നു. അഗറിൻ്റെ മുഖത്ത് ഒരു ചെറു പുഞ്ചിരി അപ്പോഴേക്കും വിടർന്നു കഴിഞ്ഞിരുന്നു. അതെ, താൻ ഉതിർത്ത ആ ഷോട്ട് കൃത്യമായി തന്നെ പുലിയുടെ ചങ്ക് തകർത്തുകൊണ്ട് അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ രണ്ടാമതൊരു ഷോട്ട് കൂടി ഉതിർക്കേണ്ട ആവശ്യം അഗറിന് വന്നില്ല. അവർ ആ പുലിയുടെ ശരീരം അളന്നു. അത് വളരെ വലിയൊരു പുള്ളിപ്പുലി ആയിരുന്നില്ല. മൂക്കുമുതൽ വാല് വരെ 6 അടി 3 ഇഞ്ച് മാത്രമേ അതിന് നീളമുണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഉനൂനയിൽ അത് പരത്തിയ ഭീതിയുടെ കാര്യത്തിൽ അത് വലിയൊരു പുള്ളിപ്പുലി തന്നെയായിരുന്നു. അതിനുശേഷം ആ പുള്ളിപ്പുലിയുടെ ശരീരം അവർ വിശദമായി തന്നെ പരിശോധിച്ചു. അതിൻ്റെ കാലുകൾക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു. അതിൻ്റെ പല്ലുകൾക്ക് കേടുപാടുകൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അതുമാത്രമല്ല, ആ പുലിയുടെ ശരീരത്തിൽ നിന്നും അതിൻ്റെ തോലിരിഞ്ഞ ശേഷവും ആ ശരീരം പരിശോധിച്ചിരുന്നു. പഴക്കമുള്ള മുറിവുകളൊന്നും തന്നെ അതിൻ്റെ ശരീരത്തിൽ നിന്നും കണ്ടെത്താനും അവർക്ക് സാധിച്ചില്ല. ഇത്രയും കാര്യങ്ങളായപ്പോൾ അഗറിന് ഒരു സംശയം, ഇനിയും ഈ പുലി തന്നെയായിരിക്കുമോ നരഭോജിയെന്ന്. കാരണം അത് ഇവിടേക്ക് നടന്നു വന്ന ഈ മാംസം ഭക്ഷിക്കുന്നത് അവർ കണ്ടിരുന്നില്ല. അങ്ങനെ ആ പുലിയുടെ ശരീരം പോസ്റ്റ്മോർട്ടം നടത്തുവാൻ വേണ്ടി അവർ അയച്ചു. പോസ്റ്റ്മോർട്ടത്തിൻ്റെ റിപ്പോർട്ട് വന്നപ്പോൾ അക്ഷരാർത്ഥത്തിൽ അവർ ഞെട്ടി. പുനോനെ വിറപ്പിച്ച ആ പുലി ഇത് തന്നെയായിരുന്നു. കാരണം അതിൻ്റെ ഉള്ളിൽ നിന്നും മനുഷ്യൻ്റെ മുടിയും നഖവുമെല്ലാം കിട്ടിയിരുന്നു. ഇത്രയും കാര്യങ്ങൾ അവിടെ സംഭവിച്ചിട്ടും ഉയർന്നു വന്ന ചോദ്യം ഇതായിരുന്നു: ഈ പുലി എങ്ങനെയാണ് ഒരു നരഭോജിയായി മാറിയത് എന്ന്. അതിൻ്റെ ഉത്തരം അദ്ദേഹത്തിന് കിട്ടിയില്ല. ഒരു പുലിയോ കടുവയോ നരഭോജിയാകാനുള്ള പ്രധാന കാരണമായി പറയുന്നത് പരിക്കോ വാർദ്ധക്യവുമാണ്. എന്നാൽ ഈ പുലിക്ക് വയസ്സ് വളരെ കുറവാണ്. വാർദ്ധക്യത്തിലായിരുന്നില്ല. ശരീരത്തിൽ പറയേണ്ടത്തക്ക പരിക്കുകളോ മറ്റുമൊന്നും ഉണ്ടായിരുന്നില്ല. പല്ലുകളും നഖങ്ങളും പൂർണ്ണമായിരുന്നു. എന്നിട്ടും ഇതെങ്ങനെയാണ് നരഭോജിയായി മാറിയത്? ഇതിനിടയിലാണ് അഗർ ശ്രീലങ്കയിലെ ഉടന നരഭോജിയെക്കുറിച്ച് ഓർത്തത്. തീർത്ഥാടനത്തിന് പോകുന്ന റോഡിൽ തീർത്ഥാടകരെ മാത്രമായിരുന്നു ആ പുലി കൊന്നിരുന്നത്. അവരെ അല്ലാതെ മറ്റൊരു മനുഷ്യരെയും ആ പുലി കൊന്നതിൻ്റെ റിപ്പോർട്ടുകളൊന്നും ഉണ്ടായില്ല. തീർത്ഥാടകർ ആ പ്രദേശത്ത് പുലി സജീവമായതറിഞ്ഞ് അല്ലെങ്കിൽ മനസ്സിലാക്കി അവർ മുൻകരുതലുകളെടുത്തു. എന്നുവെച്ചാൽ കൂട്ടമായി മാത്രം അതുവഴി സഞ്ചരിക്കുവാൻ തുടങ്ങി. അതോടുകൂടി ആ പുലി മനുഷ്യരെ പിടിക്കുന്നതും അവസാനിപ്പിച്ചു. പിന്നീട് അഗർ അവിടെ നടത്തിയ ഒരു അന്വേഷണത്തിൽ അദ്ദേഹത്തിന് അറിയുവാൻ സാധിച്ചത് ഇതാണ്: ഒരു സമയത്ത് ഈ പ്രദേശത്ത് കോളറ നല്ലപോലെ വ്യാപിച്ചിരുന്നു. അപ്പോൾ നിരവധി മനുഷ്യർ മരിച്ചിരുന്നു. അങ്ങനെ മരിച്ചവരെ ഒരുമിച്ച് സംസ്കരിക്കുവാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് തന്നെ അവർ പലരുടെയും ശരീരം വനങ്ങളിൽ ഉപേക്ഷിച്ചിരുന്നു. ഒരു പക്ഷേ അങ്ങനെ ഉപേക്ഷിക്കപ്പെട്ട മൃതശരീരങ്ങൾ പുലി ഭക്ഷിച്ചിട്ടുണ്ടാകാം. അങ്ങനെയായിരിക്കാം ഉഡാന നരഭോജിയും പുനനൈ നരഭോജിയുമെല്ലാം ഉണ്ടായത്. ഇതൊരു സംശയം മാത്രമാണ്. ഒരുപക്ഷേ ഇങ്ങനെയും ആയിരിക്കുകയില്ല ഈ നരഭോജി രൂപപ്പെട്ടത്. അതിന് മറ്റെന്തെങ്കിലും കാരണങ്ങളുണ്ടാകാം. ആ കാരണങ്ങൾ എന്താണെന്ന് ഇതുവരെയും കണ്ടെത്താനും അദ്ദേഹത്തിന് സാധിച്ചില്ല. നമ്മുടെ ഇന്നത്തെ കഥ ഇവിടം കൊണ്ട് അവസാനിക്കുകയാണ്. ഞാൻ ഇന്ന് പറഞ്ഞ ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യമൊന്ന് പരിഗണിക്കുക. അതുപോലെ നിങ്ങളുടെ ഇഷ്ടം കമൻറ്റിലൂടെയും ലൈക്കിലൂടെയും അറിയിക്കുക. അപ്പോൾ പുതിയ വീഡിയോയുമായി അടുത്ത ദിവസം വരുന്നതായിരിക്കും. അതുവരെ ഗുഡ് ബൈ.